ചെറുതായി പോയ ഡിങ്കനും പറക്കാനാവാത്ത കുഞ്ഞുകിളിയും. വരൂ, എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നിങ്ങൾ രണ്ടാളും വിഷമിക്കേണ്ട, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്തെങ്കിലും വഴി കാണും. ശരി, വായോ. 20 minutes later. മുന്നിൽ ഒരു വെള്ളച്ചാട്ടം കാണുന്നു. അത് നോക്ക്, നല്ല ഒരു വെള്ളച്ചാട്ടം. അതെ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഞാനിത് കുടിക്കട്ടെ. നടന്നു വല്ലാതെ ദാഹിക്കുന്നു. എനിക്കും ദാഹിക്കുന്നു, ഞാനും വെള്ളം കുടിക്കട്ടെ. അങ്ങനെ കുഞ്ഞുകിളിയും ഡിങ്കനും ആ വെള്ളം കുടിക്കുന്നു. കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്ക്, എനിക്ക് പറക്കാൻ പറ്റി. അത് കൊള്ളാമല്ലോ കുഞ്ഞുകിളി. സമാധാനം. എനിക്ക് തോന്നുന്നു ഇത് ഏതോ പോഷക മൂല്യമുള്ള വെള്ളമാണെന്ന്. അതെ, ഇത് കുടിച്ചതും എന്തോ വ്യത്യാസം വന്ന പോലെ, എന്തോ ശക്തി കിട്ടിയ പോലെ ഉണ്ട്. ആണോ ഡിങ്ക? നിങ്ങൾ മുന്നോട്ട് നടക്ക്, എന്റെ ശക്തി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. 1 hour later. ഇത് നോക്ക്, പഴങ്ങൾ തൂങ്ങി കിടക്കുന്നു. വേണമെങ്കിൽ കഴിച്ചോ കുഞ്ഞുകിളി. അയ്യോ, എനിക്കിനി ഒന്നും വേണ്ടായേ. വിസ്മയിപ്പിക്കുന്ന ഓരോ കാഴ്ചകളും കണ്ട് അവർ ഡിങ്കന്റെ പഴയ രൂപം തിരിച്ചു കിട്ടാനുള്ള പരിഹാരം തേടി നടക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ മുമ്പിൽ ഒരു മാന്ത്രിക കലം കാണുന്നു. ഇതെന്താ ഇത് വഴിയിൽ? ഡിങ്കൻ ആ മാന്ത്രിക കലത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ എന്തോ ഒരു അശരീരി കേട്ടു. കൂട്ടുകാരെ, ഇതൊരു മാന്ത്രിക ലോകമാണ്. ഡിങ്കന്റെ രൂപം തിരിച്ചു കിട്ടാൻ നിങ്ങൾ വീണ്ടും ആ മാന്ത്രിക പുസ്തകം എടുത്തു നോക്കണം. അതിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഈ വഴി അത്ര എളുപ്പമല്ല. കുറെ തടസ്സങ്ങൾ മുന്നിൽ കാണും. അങ്ങനെ ആ അശരീരി കേട്ടതും അവർ ആ പുസ്തകത്തിന്റെ അടുത്ത് ചെല്ലാൻ തീരുമാനിക്കുന്നു. മുമ്പോട്ടുള്ള യാത്രയും തുടരുന്നു. അയ്യോ ഡിങ്ക, ഇതൊരു മുതലക്കുളമല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? കുടുങ്ങിയല്ലോ. കുഞ്ഞിക്കിളിക്ക് പറക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയത് കൊണ്ട് അവൾക്ക് പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യും? കൊറേ മുതലകളും ഉണ്ടല്ലോ. അതെ, പിന്നെ ഞാനൊരു കരടിയല്ലേ, ഇവർ എന്നെ കണ്ട് പേടിച്ചോളും. നീ വായോ. ഇപ്പോഴത്തെ നിന്റെ സൈസിന് നീ അവരുടെ പല്ലിന്റെ അത്ര പോലുമില്ല. അത് ശരിയാണ് കുഞ്ഞിക്കിളി, ഇപ്പോൾ ഞാൻ നിന്റെ അത്രയല്ലേ ഉള്ളൂ. എന്നെയും കൂടി എടുത്തോണ്ട് പറക്ക്. എന്തു പറയുന്നു? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ മുതലകളുടെ കണ്ണ് വെട്ടിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല. അതെ കുഞ്ഞുകിളി. ജീ ബൂം ബാ. പെട്ടെന്ന് ആ മുതലക്കുളത്തിലെ മുതലകൾ ഉറങ്ങിപ്പോകുകയും അവർ ആ മുതലക്കുളം കടന്നു പോകുകയും ചെയ്യുന്നു. നീ കൊള്ളാമല്ലോ കുഞ്ഞിക്കിളി, ഇതെങ്ങനെ നീ പഠിച്ചു? ഞാൻ പറക്കാൻ തുടങ്ങുമ്പോഴും ആ മാന്ത്രിക കലത്തിന്റെ അടുത്ത് നിന്നുമൊക്കെ ഈ വാക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോ ഒരു സൂത്രമാണെന്ന്. എന്തായാലും അത് കൊള്ളാം. അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. 12 seconds later. അയ്യോ, മുന്നിൽ നോക്ക്, ഒരു വലിയ പാറയും അതിൽ കുറെ പാമ്പുകളും. ആ അശരീരി പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്തോറും തടസ്സങ്ങളാണല്ലോ. പെട്ടെന്ന് ഡിങ്കൻ ആ പാറയുടെ താഴെ നിന്ന് ആ പാറയെ തള്ളി മാറ്റുകയും അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കൊള്ളാം ഡിങ്ക, നിനക്ക് എന്തോ ശക്തി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായി. മാന്ത്രിക ലോകം വല്ലാത്ത അത്ഭുതങ്ങൾ തന്നെ. നമുക്ക് ആ പുസ്തകം കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ വേഗം വായോ. ശരി, വായോ, പോകാം. ഇതല്ലേ ആ മാന്ത്രിക പുസ്തകം? കൂട്ടുകാരെ, അവർ അങ്ങനെ ആ പുസ്തകം കാണുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ വീഡിയോസ് മറക്കാതെ കാണണേ.